ഈ കുട്ടിനിക്കറൊക്കെ ഇട്ട് തേരാപ്പാര തെണ്ടി തിരിഞ്ഞ് കിടന്ന എന്നോട് അമ്മ പറഞ്ഞു ഒരു സാരി കൊടുത്തിട്ട് വാ, അതും കേരള സാരി. പക്ഷേ ഈ സാധനം ഉടുത്ത് വന്നപ്പം ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. എന്താണെന്നറിയില്ല, കേരളത്തിലെ പെൺപിള്ളേർ ഈ സാരി കൊടുക്കുമ്പോൾ ഒരു ഐശ്വര്യമില്ലേ കാണാൻ. അപ്പം നമ്മൾ ഈ സാരിയൊക്കെ ചുറ്റിയിട്ട് നേരെ വയനാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. എൻ്റെ പൊന്നെ, വയനാട് ചുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ ചെറുതായിട്ടും തലയിറങ്ങി. ആ ക്ഷീണം തീർക്കാൻ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കുറച്ച് കരിക്കും വെള്ളം കുടിച്ചങ്ങോട്ട് തുടങ്ങാണ്. വെള്ളം കുടിക്കാൻ പോയതാണെങ്കിലും അവിടെ നല്ല ഉപ്പിലിട്ട മാങ്ങയും രൂപിക്കയും കാന്താരിയും നെല്ലിക്കയും അങ്ങനെ കൈ കിട്ടിയതൊക്കെ വാരി തിന്നു. പിന്നെ എൻ്റെ കൂടെ ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുള്ള അവിടുത്തെ പിള്ളേരാണ്, അവിടെ ബോണാം ബ്രോട്ടപ്പായിട്ടുള്ള. അപ്പോൾ അവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനമൊക്കെ കഴിക്കുന്നത്. അപ്പം ഞാൻ അവരെയും കൂട്ടിയിട്ട് ഈ തേയിലത്തോട്ടത്തിൽ കൂടെ ഒക്കെ തേരാപ്പാര തെണ്ടി തിരിഞ്ഞിടന്നപ്പോൾ നമ്മൾ എത്താൻ ഉദ്ദേശിച്ച കല്യാണ വീട്ടിൽ ലേറ്റായി. ഇത് വയനാട്ടിലുള്ള ഒരു കല്യാണമാണ്. നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി. എനിക്ക് ഈ കല്യാണം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇൻ്റർനാഷണൽ കല്യാണമായിരുന്നു. വയനാട്ടുകാരും ലണ്ടൻകാരും UK-ക്കാരും പിന്നെ ഇറ്റാലിയൻസ്, ഹൈദരാബാദിൽ നിന്നായിരുന്നു പെണ്ണ്. അപ്പോൾ അവിടുത്തുകാരും എല്ലാവരും കൂടി ആകെ മൊത്തം ചെക്കപ്പൊക്കെ. നിങ്ങളുടെ ഈ പരിപാടിയൊക്കെ ഒന്ന് കണ്ടു നോക്കും. 14 രാവിന്റെ ചിറ പോലെ